ഇന്ന് നല്ല ഓലമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കാലമായി ഓലമീനൊക്കെ കറി വെച്ചിട്ടേ. അപ്പം ഇന്ന് ഇച്ചിരി കഷ്ണം മീനായിട്ട് ഓലമീൻ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചില സമയത്ത് ഈ മീൻ കിട്ടുമ്പം കറി വെച്ചാൽ ഭയങ്കര ഉറപ്പായിരിക്കും. ഇത് കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലാന്ന് തോന്നുന്നു, വെച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഓലമീൻ കറി വെക്കാനായിട്ട് ചട്ടി വെച്ചു. അത് ചൂടാകുമ്പോൾ ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉലുവ നന്നായിട്ട് മൂത്ത് പൊട്ടി വരുമ്പോഴത്തേനും അതിലേക്ക് കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങളായിട്ട് മൂപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇപ്പോൾ കിട്ടാനില്ല. അപ്പോൾ ഇഞ്ചി ഒരു എളുപ്പം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഇട്ടേ. കറിയിൽ ഇഞ്ചി ഉണ്ടെങ്കിലല്ലോ രസമല്ലേ. അതിങ്ങനെ മീൻകറിയുടെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് വഴറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ എപ്പോഴും വെക്കുന്ന പോലെയല്ല, ഇച്ചിരി വ്യത്യാസത്തിൽ വെക്കുന്ന ഈ കറി. അപ്പോൾ ഞാൻ ഇച്ചിരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 1.5 സ്പൂണോളം മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിരിക്കുന്ന സ്പൂണിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇച്ചിരി കുടംപുളി വെള്ളം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചാലിച്ചെടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ ആ എണ്ണയിലേക്ക് ഇട്ടിട്ടത് പൊടി മൂപ്പിക്കുക ചെയ്യുന്നത് കേട്ടോ. ഇന്നിപ്പോൾ ഞാനത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചാലിക്കുന്നുണ്ട്. ഇനി ചട്ടിയിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആ മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഈ നമ്മൾ ചാലിച്ച് വെച്ചിരിക്കുന്ന മുളകില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ കറണ്ടൊക്കെ പോയി, പുറത്ത് നല്ല മഴയാട്ടോ. ഇപ്പോൾ ഒന്നും കേൾക്കത്തില്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ സൗണ്ട് ഓഫ് ചെയ്തിട്ട് ഞാനിപ്പം വോയിസ് കൊടുക്കുന്നത്. ഇപ്പോൾ കറണ്ട് പോയി, അതിനിടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കർക്കിടക മാസമാണെന്ന് അറിയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്യുന്നുണ്ട്. കറണ്ടിന് പിന്നെ പോക്കിനിപ്പോൾ ഒരു പഞ്ഞമില്ലല്ലോ. അപ്പോൾ കറണ്ട് പോയി. ഇതേ ഇപ്പം ഞങ്ങൾ കുടംപുളിയും ഒക്കെ മുറിച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്നിടം വരെ വഴറ്റി കൊടുക്കാം. ഈ കളറ് കാണുന്ന പോലെ ബ്ലാക്ക് കളറല്ല കേട്ടോ. അപ്പോൾ വെട്ടം പോയി വന്നും നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ തോന്നിയാണ്. അതെ, ഇതൊക്കെ തന്നെ ഏകദേശം കളർ, അല്ലാതെ ബ്ലാക്ക് കളറിലല്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് എണ്ണ തെളിയുന്നേരം വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇനി അതിലേക്ക് എത്രയാണോ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ കല്ലുപ്പ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കല്ലുപ്പ് ഇങ്ങനെ വാങ്ങി വെക്കും. എന്നിട്ട് കറിയിലൊക്കെ കല്ലുപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചു. ഇനി അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കഷ്ണം ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് ഇങ്ങനത്തെ നല്ല കഷ്ണം മീനായതുകൊണ്ട് ഒരുപാട് ഇട്ടിട്ട് ഇളക്കുകയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊത്തി കൊടുക്കുകയേ ചെയ്യാവുള്ളേ. അപ്പം ഇട്ടപാടെ ഒന്ന് ഇളക്കിയാൽ വലിയ കുഴപ്പം വരത്തില്ല. പിന്നെ അത് പൊടിഞ്ഞു പോകും കേട്ടോ. സോഫ്റ്റായിട്ടുള്ള ഇറച്ചിയായിരിക്കും. പിന്നെ നല്ല ഇറച്ചിയാണെങ്കിൽ അങ്ങനെ സോഫ്റ്റായിട്ടിരിക്കും. ഇച്ചിരി ഇതാണെങ്കിൽ ചില സമയത്ത് കിട്ടുന്നത് ഭയങ്കര റബ്ബർ പോലെ, ചിലയിടത്ത് നിന്ന് കഴിക്കുമ്പോൾ റബ്ബർ പോലെ ആയി തോന്നാറുണ്ട്. അപ്പോൾ അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞ് ഇച്ചിരി തീ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്നും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് കുറച്ച് കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കപ്പയൊക്കെ കൊത്തിയൊടിച്ച് വേവിക്കാൻ വെക്കാൻ വേണ്ടി നോക്കുവാണ്. അപ്പം ഇതേ കറിയൊക്കെ നല്ല വെന്ത് കുറുകി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ കറി ഇച്ചിരിയുടെ ചാറ് വറ്റാനുണ്ട്. അപ്പം ചാറ് വറ്റേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് സമയം കൂടെ ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ദേ നമ്മുടെ കപ്പയൊക്കെ അപ്പോഴത്തേക്കിനും വെന്തു. ഞാനത് ഉടച്ചെടുത്തിട്ടുണ്ട്. കറി ഓഫ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്പം നമുക്കിനി കഴിക്കാൻ നോക്കാം. അപ്പം പുറത്ത് നല്ല പെരുമഴ തകർക്കുകയാണേ. ആ മഴയത്ത് ഈ ചൂടുള്ള കപ്പയും നല്ല മുളക് ചാറായിട്ടുള്ള മീൻകറി അതും കൂടെ കൂട്ടി, കുടംപുളി ഇട്ട ഈ മീൻകറി കൂട്ടി കപ്പ കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നറിയാമോ? അതുപോലെ എന്നെപ്പോലെ കപ്പക്കൊതിയന്മാരുണ്ടെങ്കിൽ കമൻ്റ് ഇടണം കേട്ടോ. അപ്പം ഇന്നത്തെ അത്താഴത്തിന് ഇതാണേ. ചാറങ്ങ് ചുറ്റും ഒഴിക്കുമ്പോൾ ഉണ്ടോ വായിന്ന് ഇപ്പം തന്നെ പറയുമ്പോൾ കൊതി വരുന്നു. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും